ഹായ് ഹലോ എല്ലാവരെയും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം റിസർച്ച് മെത്തഡോളജിയുടെ 4 സ്റ്റേജുകൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. പ്രിലിമിനറി, അനലറ്റിക്കൽ, സിന്തറ്റിക്, കൺക്ലൂഡിങ്. അതിൽ പ്രിലിമിനറി സ്റ്റേജ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദെൻ അനലറ്റിക്കൽ സ്റ്റേജിൻ്റെ ഒരു പാർട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം അനലറ്റിക്കൽ സ്റ്റേജിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഹെർമനൂട്ടിക്സ് എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ടാണ്, ഇന്റേണൽ ക്രിറ്റിസിസവുമായി ബന്ധപ്പെട്ട്. അപ്പം നമുക്കത് കൂടുതൽ കൺവീനിയൻ്റ് ആവുന്നത് PPT ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കത് ആ പാർട്ട് PPT ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഡിസ്കസ് ചെയ്യാം. ഇന്ന് നമ്മൾ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് അനലറ്റിക്കൽ സ്റ്റേജിൽ 2 പ്രധാനപ്പെട്ട ക്രിറ്റിസിസമാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഒന്ന് എക്സ്റ്റേണൽ ക്രിറ്റിസിസവും, 2 ഇന്റേണൽ ക്രിറ്റിസിസവും. എക്സ്റ്റേണൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഡോക്യുമെന്റിന്റെ ആധികാരികത പരിശോധിക്കപ്പെടുകയാണ്. ആരാണ് എഴുതിയത്, ഏത് സ്ഥലത്ത് നിന്നാണ് അത് എഴുതിയത്, ഏത് കാലഘട്ടത്തിലാണ് എഴുതിയത്, ഇത്തരത്തിലുള്ള പരിശോധനകൾക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ട് ഡോക്യുമെന്റിന്റെ ആധികാരികത പരിശോധിക്കപ്പെടുകയാണെങ്കിൽ, ഇന്റേണൽ ക്രിറ്റിസിസത്തിൽ നമ്മൾ ചെയ്യുന്നത് ഡോക്യുമെന്റിന്റെ കണ്ടന്റുകളെ കൃത്യമായി അനലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. അതിന് ഇന്റേണൽ ക്രിറ്റിസിസത്തെ നമ്മൾ എപ്പോഴും പറയുന്നത് ഹെർമനൂട്ടിക്സ് എന്നാണ്. ദ ടെക്നിക് ഓഫ് ടെസ്റ്റിംഗ് ദ റിലയബിലിറ്റി ഓഫ് ദ കണ്ടന്റ് ഓഫ് ദ ഡോക്യുമെന്റ് ഈസ് കോൾഡ് ഇന്റേണൽ ക്രിറ്റിസിസം. അപ്പം നമ്മൾ അവിടെ ചെയ്യുന്നത് പ്രധാനമായും അതിൻ്റെ ഡോക്യുമെന്റിന്റെ കണ്ടന്റ് കൃത്യമാണോ എന്ന് പരിശോധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ ഹയർ ക്രിറ്റിസിസം എന്നാണ് സാധാരണ പറയുന്നത്. ആസ് കമ്പയർഡ് വിത്ത് എക്സ്റ്റേണൽ ക്രിറ്റിസിസവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്രിറ്റിസിസമാണ് ഇന്റേണൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളതിന് ഹയർ ക്രിറ്റിസിസം എന്ന് നമ്മൾ പറയുന്നത്. അവിടെ നമ്മൾ കൃത്യമായി കണ്ടന്റുകളെ എക്സാമിൻ ചെയ്യാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വി ക്യാൻ ട്രൈ ടു ഫോക്കസ് ഓൺ ദ മൈന്യൂട്ട് ഐഡിയ അബൌട്ട് ദാറ്റ് പെർട്ടിക്കുലർ വർക്ക്. ആ വർക്കിലെ മൈന്യൂട്ടായിട്ടുള്ള ആശയങ്ങളെ വരെ കൃത്യമായി വി ക്യാൻ ട്രൈ ടു ഐഡന്റിഫൈഡ് ഇഫ് എനി കൈൻഡ് ഓഫ് എറർ വിച്ച് ഈസ് ഒക്കേർഡ് ദാറ്റ് പെർട്ടിക്കുലർ കണ്ടന്റ്. ആ കണ്ടന്റിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ കണ്ടെത്തിയാൽ വി ക്യാൻ ട്രൈ ടു എലിമിനേറ്റ് ദാറ്റ് കൈൻഡ് ഓഫ് എറേഴ്സ്. അത്തരത്തിലുള്ള തെറ്റുകളെ നമ്മൾ പൂർണ്ണമായി ഒഴിവാക്കാനാണ് അവിടെ ശ്രമിക്കുന്നത്. ആൻഡ് ഫൈൻഡ് ഔട്ട് ടു ദ എക്സാക്ട് ട്രൂത്ത്, യഥാർത്ഥ സത്യം എന്താണെന്ന്, അല്ലെങ്കിൽ ആ കണ്ടന്റിൽ പരാമർശിക്കപ്പെടുന്ന അർത്ഥവത്തായ വസ്തുതാപരമായ ആശയം എന്താണ് എന്ന് നമ്മൾ പരാമർശിക്കാനുള്ള അല്ലെങ്കിൽ പരിശോധിക്കാനുള്ള ഒരു ശ്രമമാണ് ഹെർമനൂട്ടിക്സിൽ നമ്മൾ നടത്തുന്നത്. സാധാരണയായി ഹെർമനൂട്ടിക്സിനെ നമ്മൾ 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ടാണ് പരാമർശിക്കുന്നത്. പോസിറ്റീവ് ഇന്റർപ്രിറ്റേറ്റീവ് ക്രിറ്റിസിസം എന്നും നെഗറ്റീവ് ഇന്റർപ്രിറ്റേറ്റീവ് ക്രിറ്റിസിസം എന്നും. ഇങ്ങനെ 2 ബ്രാഞ്ചസ് ആയിട്ടാണ് നമ്മൾ ഇന്റേണൽ ക്രിറ്റിസിസത്തെ അനലൈസ് ചെയ്യേണ്ടത്. Then we have to focus on what do you mean by positive interpretative criticism. ഇപ്പോൾ പോസിറ്റീവ് ഇന്റർപ്രിറ്റേറ്റീവ് ക്രിറ്റിസിസത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇറ്റ് എയിം ടു ഫൈൻഡ് ഔട്ട് ദ ലിറ്ററൽ മീനിങ് ആൻഡ് ദ റിയൽ മീനിങ് ഓഫ് ദ ഡോക്യുമെന്റ്. അപ്പം പലപ്പോഴും നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് പലപ്പോഴും ചില വർക്കുകളിൽ എഴുതപ്പെട്ട ലിറ്ററൽ മീനിങ്ങും റിയൽ മീനിങ്ങും തമ്മിലുള്ള ഡിഫറൻസസ് നമുക്ക് വലിയ രീതിയിൽ കാണാൻ കഴിയും. ഇപ്പം പറയാൻ ഉദ്ദേശിച്ചത് തന്നെയാണോ, എഴുതപ്പെട്ട ആൾക്ക് ഉദ്ദേശിച്ച അതേ മീനിങ് തന്നെയാണോ വായനക്കാർക്ക് ലഭിക്കുന്നത് എന്ന് ഉള്ളതിൽ ചില വൈരുദ്ധ്യങ്ങൾ പല വർക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നുണ്ട്. അവിടെയാണ് നമ്മൾ കണ്ടന്റ് യഥാർത്ഥത്തിൽ പരിശോധിക്കപ്പെടേണ്ടത്. ഇപ്പം ലിറ്ററൽ മീനിങ്ങും റിയൽ മീനിങ് എന്ന് പറയുന്നത്, ഇപ്പം ഒരു യഥാർത്ഥത്തിൽ നമ്മൾ ഒരു ടെക്സ്റ്റ് എടുത്ത് വായിക്കുമ്പോൾ അതിൽ ഓതർ എന്താണ് ഉദ്ദേശിച്ചത്, അതേ അർത്ഥതലം തന്നെ ചിലപ്പോൾ വായനക്കാർക്ക് കിട്ടണമെന്നില്ല. അവിടെയാണ് നമ്മൾ ലിറ്ററൽ മീനിങ്ങും റിയൽ മീനിങ്ങും തമ്മിലുള്ള ഡിഫറൻസസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പം അത് നമുക്കറിയാം,
ചരിത്ര രചനകൾക്ക് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന സോഴ്സുകളൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഭാഷകളിൽ എഴുതപ്പെട്ട സോഴ്സുകളായിരിക്കും. ദ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയൽസ് ലൈ സ്കാറ്റേർഡ് ഇൻ ഡിഫറെൻറ്റ് ലാംഗ്വേജസ്. വ്യത്യസ്തമായിട്ടുള്ള ഭാഷകളിലായിരിക്കും ഓരോ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയൽസ് നമ്മൾ കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ ദ ജനറൽ നോളജ് ഓഫ് ദാറ്റ് ലാംഗ്വേജ് ഈസ് നോട്ട് ഇനഫ്. പലപ്പോഴും ആ ഒരു ഭാഷയെപ്പറ്റി ഒരു സാമാന്യമായിട്ടുള്ള അർത്ഥം അല്ലെങ്കിൽ സാമാന്യമായിട്ടുള്ള അറിവ് ഒരിക്കലും ആ ഭാഷയെക്കുറിച്ച് അല്ലെങ്കിൽ അതിൽ എഴുതിയേക്കുന്ന ലിറ്ററൽ മീനിങ്ങും റിയൽ മീനിങ്ങും കണ്ടെത്തുന്നതിന് നമുക്ക് സഹായകമാകണമെന്ന് ഇല്ല. ഒരു ജനറൽ ആയിട്ടുള്ള ഭാഷയെക്കുറിച്ചുള്ള അറിവെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈച്ച് ലാംഗ്വേജ് വിൽ ഹാവ് ഇറ്റ്സ് ഓൺ ഫൈനർ ഷേപ്പ് ആൻഡ് അല്ലെങ്കിൽ ഫൈനർ ഷെയ്ഡ്സ് ഓഫ് മീനിങ്സ്. ഇപ്പം നമുക്കറിയാം ഓരോ ഭാഷയ്ക്കും ഇപ്പം മലയാള ഭാഷയിൽ തന്നെ ഒരുപാട് വൈവിധ്യങ്ങളുണ്ട് നമ്മൾ ഉപയോഗപ്പെടുന്നത്. ഉദാഹരണത്തിന് നമുക്കറിയാം കേരളം എന്ന് പറയുന്ന ഒരു ചെറിയ ഭൂപ്രദേശമാണ്. അവിടെ നമുക്ക് മധ്യ കേരളവും തെക്കൻ കേരളവും വടക്കൻ കേരളവും തമ്മിൽ ഭാഷാപരമായ വൈവിധ്യങ്ങൾ വളരെ വലിയ രീതിയിലുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ അത് കാണിക്കുന്ന അത്തരത്തിലുള്ള ഭാഷാപരമായ വൈരുദ്ധ്യങ്ങൾ ഈ ഭാഷയിൽ എഴുതപ്പെടുന്ന ഭാഷയിൽ പ്രാദേശിക ഭാഷ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എഴുതപ്പെടുന്ന വർക്കുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിലുള്ള വൈവിധ്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാതെ ആ വർക്ക് നമുക്ക് പഠിക്കാൻ കഴിയില്ല. അതാണ് നമ്മളവിടെ സൂചിപ്പിക്കുന്നത്. But the scholar should have great proficiency in the language in order to know the real meaning. അതുകൊണ്ടാണ് ഏതൊരു ഗവേഷകനും അവൻ തിരഞ്ഞെടുക്കപ്പെടുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഭാഷാപരമായിട്ടുള്ള പ്രാവീണ്യം നിർബന്ധമാണ് എന്ന് നമ്മൾ പറയുന്നു. പലപ്പോഴും നമുക്കറിയാം ഭാഷയിൽ ഒരുപാട് വൈവിധ്യങ്ങളുണ്ട്. ഓരോ പാസേജിലും ഓരോ ഭാഷയിലും മീനിങ് എന്ന് പറയുന്നത് വി ക്യാൻ ഫ്ലക്ച്വേറ്റഡ് ഫ്രം പാസേജ് ടു പാസേജ്. വ്യത്യസ്തമായിട്ടുള്ള പാസേജുകളിൽ ഉപയോഗിക്കപ്പെടുന്നതനുസരിച്ച് ഭാഷയുടെ അർത്ഥതലത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു കൃത്യമായ ബോധത്തിൽ നിന്നുകൊണ്ട് വേണം ഒരു ചരിത്രകാരൻ അല്ലെങ്കിൽ ഒരു ഗവേഷകൻ തൻ്റെ ഗവേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ. അതുകൊണ്ടാണ് നമ്മൾ ലിറ്ററൽ മീനിങ്ങും റിയൽ മീനിങ്ങിൻ്റെയും യാഥാർത്ഥ്യ തലത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ പോസിറ്റീവ് ഇൻ്റർപ്രിറ്റേറ്റീവ് ക്രിറ്റിസിസത്തിലേക്ക് കടക്കാൻ അല്ലെങ്കിൽ ഹെർമനോട്ടിക്സിലേക്ക് നമ്മൾ കടക്കാൻ. അതിൽ നമുക്ക് പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിളാണ് ഞാനിവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. ദെൻ ദ എക്സാമ്പിൾ ഓഫ് ദ വേർഡ് ബിൽ. ബിൽ എന്ന് പറയുന്നത് BILL എന്ന് പറയുന്ന വേർഡ് കുഡ് ബി യൂസ്ഡ് ടു കൺവേ വേരിയസ് മീനിങ്സ്. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള അർത്ഥം പരാമർശിക്കാൻ കഴിയുന്ന ഒരു ടേമാണ് ബിൽ എന്ന് പറയുന്നത്. യുവർ ഡോക്ടർ എക്സ്പെക്ട് ഹിസ് ബിൽ ടു ബി പെയ്ഡ് ആഫ്റ്റർ ഹി ട്രീറ്റ്സ് യു. അല്ലെ, നമുക്കറിയാം നമ്മൾ ഡോക്ടർക്ക് കൊടുക്കുന്ന ബില്ല് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്തിട്ട് ശേഷം കൊടുക്കുന്ന നമ്മുടെ എമൗണ്ട് അല്ലെങ്കിൽ ആ ട്രീറ്റിന് ശേഷം നമ്മൾ പെയ്ഡ് ചെയ്യുന്ന എമൗണ്ടിനെ നമ്മൾ ബില്ലെന്നാണ് പരാമർശിക്കുന്നത്. വെൻ യു ഇൻട്രൊഡ്യൂസ് എ ബിൽ ഇൻ ദ പാർലമെന്റ് സ്വാഭാവികമായിട്ടും അതിൻ്റെ മീനിങ് മാറി. വെൻ യു ഇൻട്രൊഡ്യൂസ് ബിൽ ഇൻ ദ പാർലമെന്റ് എന്ന് പറയുന്നത് പാർലമെന്റിൽ നമ്മളൊരു നിയമം പാസ്സാക്കുന്ന ഒന്നിനെ നമുക്ക് ബിൽ എന്നുള്ള രീതിയിൽ പരാമർശിക്കുന്നു. വെൻ യു ഹാവ് എ $10 ബിൽ ഇറ്റ് മീൻസ് കറൻസി. ദെൻ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള അർത്ഥം വരുന്നത് $10 ബിൽ എന്ന് ഉദ്ദേശിക്കുന്നത് കറൻസിയാണ്. അല്ലെങ്കിൽ അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ഓഫ് എ പ്രോമിസറി നോട്ട് സ്വാഭാവികമായിട്ടും ബിൽ എന്ന് പറയുന്നുണ്ട്. പ്രോമിസറി നോട്ടിനെയും നമ്മൾ ബിൽ എന്ന് പരാമർശിച്ച് കാണുന്നുണ്ട്. അണ്ടർ സ്കോട്ടിഷ് ബിൽ ഈസ് എ പെറ്റീഷൻ ടു ദ കോർട്ട് ഓഫ് സെഷൻ. ഇപ്പൊ സ്കോട്ടിഷ് ബിൽ എന്ന് പറയുന്നത് നമ്മൾ കോർട്ടിൽ ഒരു പെറ്റീഷൻ ഫോർവേഡ് ചെയ്യുന്നതിനെയും ബിൽ എന്നാണ് പറയുന്നത്. Then the bill is a beak of a bird. മറ്റൊരു പ്രധാനപ്പെട്ട അർത്ഥം ബിൽ എന്ന് പറയുന്നത് ഒരു പക്ഷിയുടെ ബീക്ക്, അതിന്റെ ബീക്കിനെ സൂചിപ്പിക്കുന്ന ഒന്നായി നമ്മൾ കാണുന്നുണ്ട്. ആൻഡ് ഓൾസോ വി ക്യാൻ യൂസ് ബിൽ ദ ടേം വിച്ച് വി ഹാവ് ടു യൂസ് ഓൺ ഹുക്ക് ഷേപ്ഡ് ഇൻസ്ട്രുമെന്റ്. ചില ഹുക്ക് ഷേപ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റിനെയും നമ്മൾ ബിൽ എന്ന് പരാമർശിക്കുന്നുണ്ട്. Thus we can see that a single word gives us several meaning to depending upon the context in which it is used. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? ഈ ബിൽ എന്ന് പറയുന്ന വാക്കിൽ തന്നെയുള്ള ഈ വൈവിധ്യങ്ങൾ, ആ ബിൽ എന്ന് പറയുന്ന ആ ടേം നമ്മൾ അതിന്റെ അർത്ഥം രൂപപ്പെട്ടു വരുന്നത് കോണ്ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് വാക്കുകൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഹൗസ്.
ബ്രിട്ടീഷ് പാർലമെന്റിലെ ഹൗസ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പാർലമെന്റുമായി ബന്ധപ്പെട്ട. ദെൻ ഹൗസിന് നമ്മൾ വീടെന്ന് പറയും, താമസ സ്ഥലം എന്ന് പറയും, ആവാസ സ്ഥലം എന്ന് പറയും. ദെൻ ആരാധനാലയം എന്ന തരത്തിലും ഒരർത്ഥം ഹൗസിന് പരാമർശിക്കപ്പെടുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള പ്ലൂരാലിറ്റി പരാമർശിക്കപ്പെടുന്ന ധാരാളം വാക്കുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇത്തരം വാക്കുകളുടെ യഥാർത്ഥ മീനിങ് നമുക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ ഗവേഷണ പഠനവുമായി ബന്ധപ്പെട്ട് നമുക്ക് പോവാൻ കഴിയും. അപ്പൊ അതുപോലെ തന്നെ കാലഘട്ടങ്ങളനുസരിച്ചും സ്ഥല കാലങ്ങളനുസരിച്ചും വാക്കുകളുടെ അർത്ഥത്തിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകും. ഏറ്റവും ചെറിയൊരു ഉദാഹരണം ഞാൻ സൂചിപ്പിക്കുന്നു. നമുക്കറിയാം വടക്കൻ ജില്ല, പ്രത്യേകിച്ച് കണ്ണൂരുള്ള സ്ഥലത്തൊക്കെ നമ്മൾ പറയും ചാടുക എന്ന് പറയും. ചാടുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് കളയുക എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. നേരെ മറിച്ച് അത് തിരുവിതാംകൂറിലേക്കോ മധ്യ കേരളത്തിലേക്കോ എത്തുമ്പോൾ അതിൻ്റെ ഭാഷാന്തരമായ അർത്ഥത്തിന് വല്ലാത്ത വൈരുദ്ധ്യം നമുക്ക് കാണാൻ കഴിയും. കളയുക എന്നുള്ളതാണ് ചാടുക എന്നതിന് ഉദ്ദേശിക്കുന്നത്. ഇതൊരു ചെറിയ ഉദാഹരണം പറഞ്ഞു. ഇത്തരത്തിലുള്ള വൈവിധ്യങ്ങൾ, ഭാഷാപരമായിട്ടുള്ള പ്രദേശപരമായിട്ടുള്ള വൈവിധ്യങ്ങളൊക്കെ നിലനിൽക്കുന്നു എന്നുള്ള ഉത്തമ ബോധ്യത്തെ നിലനിർത്തിക്കൊണ്ട് വേണം നമ്മൾ ഒരു വിഷയത്തെ സമീപിക്കുക. അതുകൊണ്ടാണ് കോണ്ടെക്സ്റ്റും ഭാഷയെയും കൃത്യമായി അറിഞ്ഞുകൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ ഗവേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് നമ്മൾ പറയുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള കൃത്യമായ ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു യഥാർത്ഥ അർത്ഥം എന്താണ്, ഒരു വാക്കിന്റെ ദ പ്രോബ്ലം ഓഫ് എക്സ്ട്രാക്ടിങ് ദ റിയൽ മീനിങ് ഈസ് നോട്ട് സിമ്പിൾ. നമുക്ക് ഒരു വാക്കിന്റെ യഥാർത്ഥ അർത്ഥം കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഈ ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് ഡു നോട്ട് മീറ്റ് സച്ച് കൈൻഡ് ഓഫ് ഡിഫിക്കൽട്ടീസ്. നമുക്കറിയാം ഒഫീഷ്യൽ ഡോക്യുമെന്റുകളിൽ അത്തരത്തിലുള്ള ഡിഫിക്കൽട്ടീസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു യൂണിഫോം പാറ്റേണിലായിരിക്കും ഒഫീഷ്യൽ ഡോക്യുമെന്റുകൾ എഴുതപ്പെടുന്നത്. ഒരു യൂണിഫോം പാറ്റേൺ ഉണ്ടാവും. ബട്ട് വെൻ വി ഡീൽ വിത്ത് ദ പ്രൈവറ്റ് പേപ്പേഴ്സ്, ഡയറീസ്, ലെറ്റേഴ്സ്, ലിറ്റററി വർക്ക്സ്, ദ പോസിബിലിറ്റി ഈസ് വെരി ഗ്രേറ്റ് where the authors have hidden their ideas. അപ്പോൾ അത് നിന്ന് തീർത്ത് വ്യത്യസ്തമാണ് പ്രൈവറ്റ് ആയിട്ടുള്ള മാറ്റേഴ്സും പേപ്പേഴ്സും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ. സ്വാഭാവികമായിട്ടും ലെറ്റേഴ്സ് ആണെങ്കിലും ഡയറീസ് ആണെങ്കിലും ലിറ്റററി വർക്കുകളാണെങ്കിലും ആർട്ടിസ്റ്റിക്കൽ ക്രിയേഷനുകളാണെങ്കിലും ഇതിലൊക്കെ നമുക്ക് ഓതേഴ്സ് ഉപയോഗിക്കപ്പെടുന്ന ആശയങ്ങളിൽ ഒരുപാട് ഹിഡൻ ഐഡിയാസ് കയറി വരാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ദ ഹിസ്റ്റോറിയൻസ് ഓഫ് റൊമാൻറ്റിക് പീരീഡ് ആർ വെൽ നോൺ ഫോർ ഹിസ് സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്. ഇപ്പം നമ്മൾ പറയുന്നത് റൊമാൻറ്റിക് കാലഘട്ടത്തിലെ ചരിത്രകാരന്മാർ വസ്തുതകളിൽ കൂടുതൽ സ്റ്റൈൽ ഓഫ് റൈറ്റിങ്ങിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും, ആലങ്കാരികതയ്ക്ക്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വസ്തുതകളിൽ നിന്ന് മാറിക്കൊണ്ടുള്ള ഇത്തരം വർക്കുകളിൽ അതിൻ്റെ യഥാർത്ഥ അർത്ഥം കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ഈസിയായ ഒരു പ്രക്രിയയായി നമുക്ക് കാണാൻ കഴിയില്ല. നേരെ മറിച്ച് ഒഫീഷ്യൽ രേഖകളാണെങ്കിൽ ഒരു പരിധിവരെ നമുക്കത് കണ്ടെത്താൻ കഴിയും എന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ഇന്റർപ്രിറ്റേറ്റീവ് ക്രിറ്റിസിസം റിക്വയർസ് സർട്ടൻ പ്രിൻസിപ്പിൾ റിമെമ്പർ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത്തരത്തിലുള്ള പോസിറ്റീവ് ഇന്റർപ്രിറ്റേറ്റീവ് ക്രിറ്റിസിസത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ കൃത്യമായ ബോധം നമുക്ക് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ വി ക്യാൻ ട്രൈ ടു ഫോളോ സർട്ടൻ പ്രിൻസിപ്പിൾ. ചില തത്വങ്ങൾ നമ്മൾ കൃത്യമായി പാലിക്കപ്പെടണം. Then first one, all language are subject to change by the continuous process of evolution. എല്ലാ ഭാഷകൾക്കും കാലാന്തരമായി ഭാഷാപരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഏതൊരു ഭാഷയിലാണെങ്കിലും മലയാള ഭാഷയ്ക്കാണെങ്കിലും കാലാന്തരമായ രൂപപരിണാമങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് ഇംഗ്ലീഷ് ഭാഷയാണെങ്കിലും ലോകത്തെ ഏത് ഭാഷ എടുത്താലും കാലാന്തരമായിട്ടുള്ള ഒരു മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള വസ്തുത നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. Then second one, linguistic usage may vary from country to country and from social class to another class.
സെക്കൻഡ് വൺ, ഭാഷാപരമായിട്ടുള്ള ഉപയോഗങ്ങൾ ഓരോ രാജ്യത്തും വ്യത്യസ്തമുണ്ടാവും. അതുപോലെ തന്നെ ഓരോ സോഷ്യൽ ക്ലാസ്സിലും ഓരോ സാമൂഹ്യ വിഭാഗത്തിലും വ്യത്യസ്തമായ തലത്തിലായിരിക്കും നമ്മൾ കാണാം. അപ്പൊ ലിംഗ്വിസ്റ്റിക് യൂസേജ് ഭാഷാപരമായും അതുപോലെ തന്നെ രാജ്യങ്ങൾ തമ്മിലും വ്യത്യസ്തമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. Then third one, each author has its own manner of writing. ഓരോ ഗ്രന്ഥകർത്താവും അദ്ദേഹം എഴുതപ്പെടുന്ന അദ്ദേഹത്തിന്റെ ക്രിയേറ്റിവിറ്റി, അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈൽ ഓഫ് റൈറ്റിങ്ങിലായിരിക്കും അദ്ദേഹം ഫോളോ ചെയ്യുന്നത്. അതിനൊരു യൂണിഫോമിറ്റി നമുക്ക് കാണാൻ കഴിയില്ല. അത് തന്നെ നമുക്ക് മലയാള ഭാഷയിലെ നോവലുകളൊക്കെ എടുത്താൽ നമുക്കത് മനസ്സിലാവും. ബഷീറിന്റെ നോവലിനെ നമ്മൾ നോക്കിക്കാണുന്ന രീതിയിലല്ല എസ്.കെ. പൊറ്റക്കാടിന്റെ നോവൽസിനെ നമ്മൾ കാണുന്നത്, എം.ടിയുടെ നോവലിനെ നമ്മൾ കാണുന്നത്. അപ്പൊ ഇത്തരം ഭാഷാന്തരമായ ഓരോ ഗ്രന്ഥകർത്താവിന്റെയും കാഴ്ചപ്പാടിന് അനുസൃതമായിട്ടുള്ള തരത്തിലായിരിക്കും എഴുത്തുകൾ നമ്മൾ കാണുന്നത്. Then fourth one, expression changes its meaning from passage to passage. ഓരോ എക്സ്പ്രഷൻസും നമ്മൾ കൊടുക്കുന്ന എക്സ്പ്രഷൻസും ഓരോ പാസേജിലും അതിൻ്റെ അർത്ഥങ്ങൾക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഓരോ എക്സ്പ്രഷൻസും ആ പാസേജ് ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള അർത്ഥമായിരിക്കില്ല അടുത്ത പാസേജിൽ നമ്മൾ കാണുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. ഇത്തരത്തിലുള്ള വസ്തുതകളെ നമ്മൾ കൃത്യമായി അറിഞ്ഞുകൊണ്ട് വേണം പോസിറ്റീവ് ഇന്റർപ്രിറ്റേറ്റീവ് ക്രിറ്റിസിസം എന്ന പ്രോസസ്സിലേക്ക് നമ്മൾ കടക്കാൻ. പോസിറ്റീവ് ഇന്റർപ്രിറ്റേറ്റീവ് ക്രിറ്റിസിസം പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് നെഗറ്റീവ് ഇന്റർപ്രിറ്റേറ്റീവ് ക്രിറ്റിസിസം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എലിമിനേറ്റിംഗ് ദ സ്റ്റേറ്റ്മെന്റ് വിച്ച് ആർ പേഷ്യൻലി ഫോൾസ് ഓർ ഫാബ്രിക്കേറ്റഡ് or forged. Every statement and idea is doubted and scrutinized. ഇപ്പം നമ്മൾ നെഗറ്റീവ് ഇന്റർപ്രിറ്റേറ്റീവ് ക്രിറ്റിസിസം വരുന്നത് നമ്മൾ കാണുന്നത് ചില ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ചില തെറ്റുകൾക്ക് സാധ്യതയുണ്ട് ഓരോ സോഴ്സുകളിലും ഓരോ എഴുത്തുകളിലും. അതുപോലെ തന്നെ ചില ഡൗട്ടുകളെ മുൻനിർത്തിക്കൊണ്ട് ചില തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. സ്കോളർക്ക് കൃത്യമായ ആശയവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ വരുന്ന സമയങ്ങളിൽ ചില തെറ്റുകൾ കടന്നുകൂടാറുണ്ട്. അതുപോലെ തന്നെ അപ്പൊ ഇത്തരം അവസ്ഥകളിൽ ഇത്തരത്തിലുള്ള തെറ്റുകളെ വളരെ ക്ഷമയോടുകൂടി വേണം നമ്മൾ സമീപിക്കാൻ. ദ സ്കോളർ ഗേവ് 3 കൺസിഡറേഷൻ. പ്രധാനമായും സ്കോളേഴ്സ് ഫോക്കസ് ചെയ്യേണ്ട 3 പോയിന്റ് എന്ന് പറയുന്നത്, ദ ഫസ്റ്റ് വൺ, ദ ഓതർ ഡിസൈൻ ഓഫ് അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇവന്റ്. നമ്മൾ ആ സംഭവത്തെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ദെൻ വാട്ട് റിയലി ഹാപ്പൻ, എന്താണ് അവിടെ സംഭവിച്ചത്. ഏതൊരു വിഷയമാണോ നമ്മൾ നമ്മുടെ പഠനവുമായി അല്ലെങ്കിൽ നമ്മുടെ ഗവേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്, ആ വിഷയത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് കണ്ടെത്താനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. Then to find out the accuracy of the author beliefs and thought. അതുപോലെ തന്നെ നമ്മൾ ഓതറുടെ ആക്യുറസി, കൃത്യത, അദ്ദേഹത്തിന്റെ വിശ്വാസം, ചിന്തകളിലുള്ള വിശ്വാസവും കൃത്യതയും പരമാവധി നമ്മുടെ വർക്കിൽ കൊണ്ടുവരാനുള്ള ഒരു ശ്രമവും ഉണ്ടാവണം. ടു ഫൈൻഡ് ഔട്ട് ഫാളിംഗ് ഓഫ് എറർ ഇൻ സ്റ്റേറ്റ്മെന്റ്. നമ്മൾ സ്വാഭാവികമായിട്ടും പറയാം, പലപ്പോഴും തെറ്റുകൾ സംഭവിക്കാൻ പാടില്ലായികയില്ല എന്ന് പറഞ്ഞാൽ വസ്തുതാപരമല്ലാത്ത ചില വിവരണങ്ങൾ ഓരോ പഠനങ്ങളിലും ഉണ്ടാവാം. അപ്പൊ അത്തരത്തിലുള്ള ഒരു സാധ്യതകൾ വളരെ കോമൺ ആണെന്ന് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ആ കോമൺ ആയിട്ടുള്ള സാധ്യതകളെ പരമാവധി നമ്മൾ എലിമിനേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അത്തരം തെറ്റുകളെ പരമാവധി ഒഴിവാക്കാൻ, നമ്മുടെ വർക്കിൽ ഒഴിവാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നെഗറ്റീവ് ഇന്റർപ്രിറ്റേറ്റീവ് ക്രിറ്റിസിസം ഈസ് ദ മെഷർ ടുവേർഡ് ഓഫ് ദ ഡേഞ്ചർ ഓഫ് ഫാളിംഗ് ഇൻ ടു എറേഴ്സ്, and it has appeared as a practical necessity for the purpose of eliminating statements which are obviously false. ഇപ്പം നമ്മൾ സാധാരണ പറയുന്നത് നെഗറ്റീവ് ഇന്റർപ്രിറ്റേറ്റീവ് ക്രിറ്റിസിസത്തിൽ പല രീതിയിലുള്ള തെറ്റുകൾ സംഭവിക്കപ്പെടുന്നുണ്ട്. അത്തരത്തിലുള്ള തെറ്റുകൾ സംഭവിക്കപ്പെടുന്നുണ്ട്.
പല ചരിത്ര വർക്കുകളിൽ അല്ലെങ്കിൽ നമ്മൾ ഗവേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്ന നമുക്ക് കിട്ടുന്ന സോഴ്സുകളിലൊക്കെ തന്നെ അല്ലെങ്കിൽ ഡേറ്റകളിലൊക്കെ തന്നെ അത്തരത്തിലുള്ള തെറ്റുകൾക്ക് സാധ്യതയുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള തെറ്റുകൾ ഏത് തരത്തിലാണ് സംഭവിക്കപ്പെടുന്നത്? രണ്ട് തരത്തിൽ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളിലെ തെറ്റുകളിലേക്ക് നമുക്ക് കാണാൻ കഴിയും, അല്ലെങ്കിൽ തെറ്റുകൾ നമുക്ക് കാണാൻ കഴിയും. ഫസ്റ്റ് വൺ, എറർ ഓഫ് ഗുഡ് ഫെയ്ത്ത്. സെക്കൻഡ് വൺ, എറർ ഓഫ് ആക്യുറസി. ഈ രണ്ട് തരത്തിലും നമുക്ക് തെറ്റുകൾ കടന്ന് കൂടാൻ സാധ്യതയുണ്ട്. എറർ ഓഫ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ബോധപൂർവം നമ്മൾ തെറ്റുകൾ വരുത്തപ്പെടുന്നത്, പല രീതിയിൽ ബോധപൂർവം തെറ്റുകൾ വരുത്താൻ സാധ്യതയുണ്ട്. എറർ ഓഫ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് വാട്ട് ദ ഓതർ റിയലി ബിലീവ്, for he may not have been sincere. If the error is deliberate and intentional, it is good faith of the author. But at the time, the author was not sincere, not honest, and it may be due to several reasons. ഇപ്പം നമ്മൾ എറർ ഓഫ് ഗുഡ് ഫെയ്ത്ത് വരുന്നത് ഇപ്പം ഓതറുടെ വിശ്വാസം, ചിലപ്പോൾ ഓതർ സിൻസിയർ അല്ലാതെ മനഃപൂർവ്വമായിട്ട് തെറ്റുകൾ വരുത്താറുണ്ട്, ഡെലിബറേറ്റ് ആയിട്ട്. അത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻ ആവാം, എന്തെങ്കിലും തരത്തിലുള്ള ഇൻറ്റൻഷൻ അതിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പം ഇത്തരത്തിൽ തെറ്റുകൾ വരുന്നത് സ്വാഭാവികമായിട്ടും നെഗറ്റീവ് ഇൻ്റർപ്രിറ്റേറ്റീവ് ക്രിറ്റിസിസത്തിലാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പം അത് വരുന്നത് ഇപ്പോൾ ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ സമയം നമുക്ക് എന്ത് പറയേണ്ടതായിട്ട് വരും? ഓതർ ഒരിക്കലും ഓണസ്റ്റോ സിൻസിയറോ അല്ല എന്ന് നമ്മൾ പറയേണ്ട ഇതായിട്ട് വരും. അപ്പൊ ഇത്തരത്തിൽ ഇത് എങ്ങനെയൊക്കെയാണ് ഇത്തരത്തിലുള്ള എറർ ഓഫ് ഗുഡ് ഫെയ്ത്തിലേക്ക് പോകുന്നത്? The author might commit fallacy when he writes to gain practical advantages for himself. The court chronicles Barani, Afif, then Nizami write the history of this period suffer from these defects. But സ്വാഭാവികമായിട്ടും the author might commit fallacy when he writes to gain practical advantage. എന്ന് പറഞ്ഞാൽ എന്താ, ഓതർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അഡ്വാൻറ്റേജ് കിട്ടുന്ന തലത്തിൽ ഓതർ തൻ്റെ വർക്ക് എഴുതുന്ന തരത്തിൽ വരുമ്പോൾ ഇത്തരത്തിലുള്ള എറർ ഓഫ് ഗുഡ് ഫെയ്ത്ത് സംഭവിക്കാം. അതെങ്ങനെയാണ്? സ്വാഭാവികമായിട്ട് നമുക്കറിയാം, കോർട്ട് പോയിറ്റ്സുകളുടെ ചരിത്രങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അതിൽ ഇയോളജീസ് ആയിരിക്കും കൂടുതൽ. ഒരുപാട് എക്സാജറേഷൻസ് നമുക്ക് കാണാൻ കഴിയും. ആ കാലഘട്ടത്തിലെ രാജാക്കന്മാരെ മാക്സിമം എക്സാജറേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള കോർട്ട് ക്രോണിക്കിളൊക്കെ എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അവരുടെ പ്രാക്ടിക്കൽ അഡ്വാൻറ്റേജിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ അഡ്വാൻറ്റേജിന്, ഓതറിന്റെ പേഴ്സണൽ അഡ്വാൻറ്റേജിന് കിട്ടുന്ന തരത്തിലുള്ള രീതിയിലായിരിക്കും അവർ അത്തരത്തിൽ ചരിത്രം എഴുതുന്നത്. ഇവിടെ നമ്മൾ എന്താ കാണുന്നത്? ഇവിടെ ഒരു തരത്തിലുള്ള എറർ ഓഫ് ഗുഡ് ഫെയ്ത്ത് സംഭവിക്കപ്പെടുന്നുണ്ട്. ദെൻ മറ്റൊരു എറർ ഓഫ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറയുന്നത് ദ ഓതർ മൈറ്റ് ബി വിക്ടിം ഓഫ് സർക്കംസ്റ്റൻസസ്, സോഷ്യൽ, റിലീജിയസ്, പൊളിറ്റിക്കൽ ഒബ്ലിഗേഷൻസ്, പേഴ്സണൽ പ്രിഫറൻസസ്, പ്രജുഡീസസ്, അതുപോലെ തന്നെ പാട്രിയോട്ടിക് ഫീലിങ്സ്, അതുപോലെ തന്നെ ഇത്തരത്തിൽ റിജിഡിറ്റി ഓഫ് കാസ്റ്റ് സിസ്റ്റം, ഡൗറി പ്രാക്ടീസ്, അതുപോലെ സതി ആൻഡ് സെവറൽ സച്ച് അബ്യൂസസ് വെയർ ഇഷ്യൂസ് ഓൺ വിച്ച് ഓതർ ഹാഡ് ദെയർ ഓൺ വ്യൂ ബട്ട് കുഡ് നോട്ട് എക്സ്പ്രസ് ദംസെൽഫ് ഫ്രീലി ടു ദ പബ്ലിക് ഒപ്പീനിയൻ. They have expressed may not conform to what they believe. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു വലിയ രീതിയിലുള്ള തെറ്റുകൾ നമുക്ക് കാണാൻ കഴിയും. അത് നമ്മൾ പറയാനുള്ളത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഓതർ ഇത്തരത്തിൽ വരുത്തുന്ന തെറ്റുകൾ. അത് അദ്ദേഹത്തിന്റെ മതപരമായ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാവാം, ചില രാഷ്ട്രീയപരമായ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാവാം, അദ്ദേഹത്തിന്റെ പേഴ്സണൽ പ്രിഫറൻസ്, പ്രാദേശികപരമായിട്ടുള്ള താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാവാം, അതുപോലെ തന്നെ പ്രജുഡീസസ്, മുൻവിധികളുടെ അടിസ്ഥാനത്തിൽ, ദേശ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, അതുപോലെ തന്നെ ജാതി ചിന്തകളോടുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ, അപ്പൊ സതി സമ്പ്രദായത്തോടുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്, ഇത്തരത്തിലുള്ള സാമൂഹിക വിഷയങ്ങൾ അദ്ദേഹം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ വർക്കിൽ അദ്ദേഹം കൃത്യമായി ഉപയോഗപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം തൻ്റെ അതേ രീതിയിലുള്ള അല്ലെങ്കിൽ ഓതറുടെ അതേ കാഴ്ചപ്പാടുകൾ പൂർണ്ണമായി അദ്ദേഹത്തിന് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാതെ വരുന്ന ഒരു അവസ്ഥ. ആ പബ്ലിക് ഒപ്പീനിയൻസിനെ കൺസിഡർ ചെയ്തുകൊണ്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്താണോ അയാൾക്ക് പൂർണ്ണമായിട്ട് ആ
വിഷയത്തെക്കുറിച്ച് പറയേണ്ട വസ്തുതയെ അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ തമസ്കരിക്കപ്പെടുന്നു. അത്തരത്തിൽ വലിയ രീതിയിൽ, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഓതർ മൈറ്റ് ബി വിക്ടിം ഓഫ് സർക്കംസ്റ്റൻസസ്. ആ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ വസ്തുതകളെ അതേ രീതിയിൽ തന്നെ അദ്ദേഹത്തിന് പരാമർശിക്കാൻ കഴിയാത്ത അവസ്ഥ. Then third one, the personal preference, sympathetic, vanity, group, race, religion, community might have reflected in others to divert from the truth. അത് മറ്റൊന്ന് അദ്ദേഹത്തിന്റെ സ്വയം താല്പര്യങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രാദേശികമായ താല്പര്യങ്ങളാവാം, അദ്ദേഹത്തിന്റെ ദേശീയ താല്പര്യങ്ങളാവാം, അദ്ദേഹത്തിന്റെ ഒരു മതത്തോടുള്ള താല്പര്യമാവാം. ഇത്തരം താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ചില വസ്തുതകളെ അറിഞ്ഞോ അറിയാതെയോ തമസ്കരിക്കപ്പെടുന്ന അവസ്ഥ. അപ്പൊ സ്വാഭാവികമായിട്ടും സത്യസന്ധമായ വസ്തുതകളെ അതേ രീതിയിൽ തന്നെ പൂർണ്ണമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ ഓതർക്ക് കഴിയാത്ത ഒരവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നു. ദ പാട്രിയോട്ടിക് ഹിസ്റ്റോറിയൻസ് പ്രൈസ് ദ virtues of his own country as the biographer of extols his hero. അതുപോലെ തന്നെയാണ് നമ്മൾ പറയുന്നത് പാട്രിയോട്ടിക് ആയിട്ടുള്ള ഒരുപാട് ദേശ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുതപ്പെടുന്ന പല വർക്കുകളിലും വസ്തുതാ വിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ജീവചരിത്രങ്ങളിലും അത് നമുക്ക് കൃത്യമായിട്ട് നമുക്കതിൽ കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ ഹീറോസിനെ, ആരാണോ എഴുതുന്നത് അദ്ദേഹത്തിന്റെ ഹീറോസിനെ മാക്സിമം എക്സ്പോസ് ചെയ്യാനുള്ള ശ്രമവും നമുക്ക് ഇത്തരത്തിലുള്ള ബയോഗ്രഫീസിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തില് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഓതർ സത്യത്തിൽ നിന്ന് ഒരു ഡീവിയേഷൻസ് സംഭവിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദാറ്റ് ദ എറർ ഓഫ് ഗുഡ് ഫെയ്ത്ത് ക്രീപ്സ് ഇൻ വെൻ ദ ഓതർ ഇന്റൻഷനലി റൈറ്റ് ടു പ്ലീസ് ദ പബ്ലിക്. മറ്റൊരു എറർ ഓഫ് ഗുഡ് ഫെയ്ത്ത് വന്ന് ചേരുന്നത്, ബോധപൂർവം സംഭവിക്കപ്പെടുന്ന പിഴവെന്ന് പറയുന്നത്, അത് വരുന്നത് ഈ പബ്ലിക്കിനെ പ്ലീസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സന്തോഷിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം എഴുതപ്പെടുമ്പോഴും ഇത്തരത്തിൽ എറർ ഓഫ് ഗുഡ് ഫെയ്ത്ത് സംഭവിക്കാറുണ്ട്. Then another important thing is that the author endeavors to please the public by his literary ആർട്ടിഫാക്ട്സ്. ആലങ്കാരികമായിട്ട് ആസ്വാദനത്തിന് വേണ്ടി, വായനക്കാരുടെ ആസ്വാദനത്തിന് വേണ്ടി എഴുതുമ്പോഴും ചരിത്രത്തിന്റെ വസ്തുതകളെ കൃത്യമായി പോയിന്റ് ഔട്ട് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകും. ഇതും എറർ ഓഫ് ഗുഡ് ഫെയ്ത്തിന് കാരണമാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. Then the another important thing is that the error of good faith are committed when the author is not sincere and ഓണസ്റ്റ്. അപ്പൊ ഇതിലൊക്കെ എല്ലാം ഉപരിയായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് എറർ ഓഫ് ഗുഡ് ഫെയ്ത്ത് കൂടുതലും സംഭവിക്കപ്പെടുന്നത് എപ്പോഴാണ്? ആ ഓതർ കൂടുതൽ സിൻസിയറോ ഹോണസ്റ്റോ അല്ലാത്ത സമയത്താണ് അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ ബോധപൂർവം സംഭവിക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള പിഴവുകൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. അപ്പൊ അത്തരത്തിലുള്ള ഈ എറർ ഓഫ് ഗുഡ് ഫെയ്ത്ത് മാക്സിമം നമ്മൾ എലിമിനേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ വർക്ക് കൂടുതൽ ശാസ്ത്രീയമായി മുന്നോട്ട് പോകാൻ കഴിയും. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബോധം ഓരോ ഗവേഷകനും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നെഗറ്റീവ് ഇന്റർപ്രിറ്റേറ്റീവ് ക്രിറ്റിസിസത്തിൽ നമ്മൾ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആസ്പെക്റ്റ് ആണ് എറർ ഓഫ് ആക്യുറസി എന്ന് പറയുന്നത്. എറർ ഓഫ് ആക്യുറസി സംഭവിക്കപ്പെടുന്നത് അത് ബോധപൂർവം സംഭവിക്കപ്പെടുന്ന ഒന്നായി നമുക്ക് കാണാൻ കഴിയില്ല. ദ ആക്യുറസി ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് റെഫർ ടു ദ സിറ്റുവേഷൻ ഇൻ വിച്ച് ദ ഓതർ ഈസ് വെരി സിൻസിയർ in his intention to record what he believes to be true. But the difficulty is that his sources of information is defective. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ബോധപൂർവം സംഭവിക്കപ്പെടുന്ന ഒരു പിഴവായി നമുക്ക് എറർ ഓഫ് ആക്യുറസിയെ കാണാൻ കഴിയില്ല. ചരിത്രകാരൻ മനസ്സിലാക്കിയിരിക്കുന്ന വസ്തുതകൾ തെറ്റായി വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതാണ് പറയുന്നത് നമുക്ക് കിട്ടുന്ന വിവര സ്രോതസ്സുകളുടെ വൈകല്യങ്ങൾ നമ്മുടെ പഠനത്തെ ബാധിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അത്തരത്തിലുള്ള അവസ്ഥയിൽ ഒരിക്കലും നമുക്ക് ചരിത്രകാരനെ അല്ലെങ്കിൽ ഗവേഷകനെ പൂർണ്ണമായി കുറ്റപ്പെടുത്താൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ഒരു ചിന്ത എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ട് തങ്ങൾക്ക് കിട്ടിയ വർക്കുകൾ അല്ലെങ്കിൽ തങ്ങൾക്ക് കിട്ടിയ
വസ്തുതകളെ ശരിയാവണ്ണം വിനിയോഗിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷെ ശരിയാവണ്ണം വിനിയോഗിക്കപ്പെടുകയും ചെയ്യപ്പെടുമ്പോഴും അതിൽ അദ്ദേഹത്തിന് കിട്ടിയ സോഴ്സിന്റെ ഡിഫിക്കൽറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതൊരു ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ഫേക്ക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ആ സോഴ്സ് നമുക്ക് തരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ചരിത്രകാരന്റെ ഒരു തെറ്റായി മാത്രം നമുക്ക് പരിഗണിക്കപ്പെടാൻ കഴിയില്ല. ഇൻ ദ എറർ ഓഫ് ഗുഡ് ഫെയ്ത്ത് ദ ഓതർ ഡെലിബറേറ്റ്ലി ട്വിസ്റ്റ് ദ ഫാക്ട്സ് ബട്ട് അണ്ടർ ദ എറർ ഓഫ് ആക്യുറസി വി കനോട്ട് ക്വസ്റ്റ്യൻ ദ സിൻസിയറിറ്റി ഓഫ് ദ ഓതർ ടു സ്പീക്ക് ദ ട്രൂത്ത്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ഒരിക്കലും ദ എറർ ഓഫ് ഗുഡ് ഫെയ്ത്തിൽ ഓതർ ഡെലിബറേറ്റ് ആയിട്ട് വസ്തുതകളെ മാറ്റി പരാമർശിക്കപ്പെടുമ്പോഴും എറർ ഓഫ് ആക്യുറസിയിൽ നമുക്കൊരിക്കലും ഓതറെ ആ രീതിയിൽ നമുക്ക് കാണാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ ഓതർ സിൻസിയർ ആയിട്ടാണ് വസ്തുതയെയും സംഭവത്തെയും അപ്രോച്ച് ചെയ്യുന്നു. പക്ഷേ അദ്ദേഹത്തിന് ആ സിൻസിയറിറ്റി പൂർണ്ണമായി അപ്ലൈ ചെയ്യാൻ കഴിയാത്തത് അദ്ദേഹത്തിന്റെ വർക്ക്, അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്ന വസ്തുതകൾ തെറ്റായ ഇൻഫർമേഷൻസ് തരുമ്പോഴാണ്. ദ ഓതർ മേ പാസ് ഓൺ ദ ഇൻഫർമേഷൻ ഈസ് ഗുഡ് ഫെയ്ത്ത് വിത്തൗട്ട് നോയിങ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ട്രൂ. അദ്ദേഹം ഒരിക്കലും അറിയുന്നില്ല അത് തെറ്റായ ഒരു ഇൻഫർമേഷൻ ആണെന്ന് അറിഞ്ഞുകൊണ്ട് ബോധപൂർവം വരുത്തുന്ന ഒന്നല്ല. അതുകൊണ്ടാണ് നമ്മൾ എറർ ഓഫ് ആക്യുറസിയെ ഒരു ചരിത്രകാരന്റെ ഒരു തെറ്റായ രീതിയിൽ പരാമർശിക്കപ്പെടാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം. അതൊരു ബോധപൂർവം വരുത്തി തീർക്കുന്ന ഒന്നല്ല എന്നുള്ളത് കൊണ്ട് പലപ്പോഴും നമുക്ക് പൂർണ്ണമായിട്ട് എറർ ഓഫ് ആക്യുറസി പൂർണ്ണമായി എലിമിനേറ്റ് ചെയ്യാൻ കഴിയാറില്ല. അതിന് സ്വാഭാവികമായിട്ടും പല കാരണങ്ങളുണ്ട്. എങ്ങനെയൊക്കെയാണ് ഇത്തരത്തിലുള്ള എറർ ഓഫ് ആക്യുറസി സംഭവിക്കപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം. ദ ഓതർ ഡിപ്പെൻഡ്സ് ഓൺ റിപ്പോർട്ട് ഫർണിഷ്ഡ് ടു ഹിം ബൈ അതേഴ്സ്. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഓതർ പലപ്പോഴും മറ്റുള്ള ആളുകളുടെ സോഴ്സുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ വർക്കുകൾ എഴുതപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ദ കോർട്ട് ഹിസ്റ്റോറിയൻസ് ഹു ആർ നോട്ട് പ്രസന്റ് ഇൻ ദ ബാറ്റിൽ ഫീൽഡ് ബട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ റിപ്പോർട്ട് സെൻഡ് ബൈ ദ commanders, they do not have any access to check the veracity of their statements. ഇപ്പോൾ ഒരു ചരിത്ര പരമായി നമ്മൾ പരാമർശിക്കപ്പെടും ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടാണ് എന്ന് നമ്മൾ ഇരിക്കട്ടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓതർക്ക് ഡയറക്റ്റ് ആയിട്ട് ആ പ്രദേശത്ത് പോകാൻ കഴിയില്ല. അദ്ദേഹം ഉപയോഗപ്പെടുന്നത് ആ ബാറ്റിൽ ഫീൽഡിൽ നിന്ന് കിട്ടുന്ന കമാൻഡോസിന്റെ ഇൻഫർമേഷനാണ്. അപ്പം അതിന്റെ ആധികാരികത പലപ്പോഴും ഓതർക്ക് കൃത്യമായി പരിശോധിക്കാൻ കഴിയാറില്ല. അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിൽ എറർ ഓഫ് അക്യുറസിക്ക് സാധ്യതയുണ്ട്. Then another important thing is that he write under fear, force or illusion might have prevented him from observing the phenomena correctly. മറ്റൊരു പ്രധാനപ്പെട്ട വശം ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യമായ സമ്മർദ്ദത്തിന് അടിമപ്പെട്ടുകൊണ്ട് എഴുതപ്പെടുന്ന ഒരവസ്ഥ, അത് പേടിയോടുകൂടി ഏതെങ്കിലും രീതിയിലുള്ള എക്സ്റ്റേണൽ ഫോഴ്സിന്റെ അടിസ്ഥാനത്തിലോ എഴുതപ്പെടുമ്പോൾ ഒരു സംഭവത്തെ നമുക്ക് കൃത്യമായ രീതിയിൽ അസസ് ചെയ്യാൻ കഴിയണമെന്നില്ല. അത്തരത്തിലുള്ള സംഭവത്തിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിമിഷവും നമുക്ക് ഇത്തരത്തിലുള്ള എറർ ഓഫ് ആക്യുറസിക്ക് സാധ്യതയുണ്ട്. Then another important thing is that incapable of observing things correctly. A people suffer from such a weakness either to bluff, to ignore or twist but never to be accurate. ഇപ്പൊ എല്ലാ സമയത്തും സംഭവങ്ങളെ നമുക്ക് കൃത്യമായ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ അസസ് ചെയ്യാൻ കഴിയണമെന്ന് നിർബന്ധമില്ല. ചില സമയങ്ങളിൽ നമ്മൾ ഇൻകേപ്പബിൾ ആയിരിക്കും കൃത്യമായിട്ട് നിരീക്ഷിക്കുന്ന കാര്യത്തിൽ. അത്തരം നിരീക്ഷണ പാഠങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിലും സ്വാഭാവികമായിട്ടും അറിഞ്ഞോ അറിയാതെയോ ഇത്തരത്തിലുള്ള ഇനാക്യുറേറ്റ് ആയിട്ടുള്ള വസ്തുതകളെ ചരിത്രത്തിന്റെ ഭാഗമായി എഴുതപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. എറർ ഓഫ് ആക്യുറസി സംഭവിക്കപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വശം, then the author motivated by prejudices, മുൻവിധികളുടെ അടിസ്ഥാനത്തിൽ ചരിത്രത്തെ നോക്കിക്കാണുമ്പോൾ ഇത്തരത്തിലുള്ള എറർ ഓഫ് ആക്യുറസി സംഭവിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിനായിട്ട് കൊളോണിയൽ ചരിത്രകാരന്മാര് ജെയിംസ് മിൽ ആണെങ്കിലും അതുപോലെ തന്നെ കാൾ മാർക്സ് ആണെങ്കിലും ഹെഗൽ ആണെങ്കിലും, മാർക്സിനെ നമ്മളൊരു കൊളോണിയൽ ചരിത്രകാരൻ എന്നുള്ള രീതിയിലല്ല പരാമർശിക്കപ്പെടുന്നത്. ഇപ്പൊ ജെയിംസ് മില്ല് നമുക്ക് കൃത്യമായി പറയാൻ കഴിയും ഒരു കൊളോണിയൽ ചരിത്രകാരനാണെന്ന്.
കാൾ മാർക്സ് അദ്ദേഹത്തിന്റെ മെറ്റീരിയൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്ന മാർക്സിസ്റ്റ് തിയറി ഡെവലപ്പ് ചെയ്ത ഏറ്റവും പ്രശസ്തനായ ഒരു ചരിത്രകാരൻ, അദ്ദേഹത്തിന്റെ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം, ഹെഗലിന്റെ കോൺസെപ്റ്റ്, ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ടുള്ള ചരിത്രത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ അറിഞ്ഞോ അറിയാതെയോ ചില എറർ ഓഫ് ആക്യുറസിക്കുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. Then another important thing is that the external condition that surrounded him at the time of writing. If the events were taking place in Delhi and the author was in Agra, he could not have had a chance to report the matter correctly. പിന്നെ നമ്മൾ നേരത്തെ പരാമർശിക്കപ്പെട്ട ഒന്ന് തന്നെയാണ് എക്സ്റ്റേണൽ കണ്ടീഷൻസ് അറിഞ്ഞോ അറിയാതെയോ ഓതറുടെ വസ്തുതകളെ കൃത്യമായി ഒബ്സർവ് ചെയ്യുന്നതിന് ബാധിക്കാറുണ്ട്. ഇപ്പോൾ ഒരു സംഭവത്തിൽ നടന്ന, ഇപ്പോൾ ഉദാഹരണത്തിന് ഇഫ് ദ ഇവന്റ്സ് വെർ ടേക്ക് ഇൻ ഡൽഹി, ഇപ്പോൾ ഡൽഹിയിൽ നടക്കപ്പെടുന്ന ഒരു ഇവന്റ് ആണെങ്കിൽ ദെൻ ഓദർ വാസ് ഇൻ അറ്റ് ദാറ്റ് ടൈം, ആ സമയത്ത് ഓദർ ആഗ്രയിലാണെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് കൃത്യമായി ആ വിഷയത്തെ കൃത്യമായി അതേ രീതിയിൽ അബ്സർവ് ചെയ്യാൻ കഴിയണമെന്നില്ല. അപ്പൊ അദ്ദേഹം മനസ്സിലാക്കിയ രീതിയിലായിരിക്കും അദ്ദേഹം പറയുന്നത്. പക്ഷെ ആ മനസ്സിലാക്കപ്പെടുന്നത് ഒരിക്കലും തെറ്റായ രീതിയിൽ പരാമർശിക്കണം എന്നുള്ള അടിസ്ഥാനത്തിൽ അല്ല എന്നും നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇതിലും ഇത്തരത്തിലുള്ള എറർ ഓഫ് ആക്യുറസി സംഭവിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വശം, ഡസ് ദ ഓതർ പൊസസ് നെസസറി എക്സ്പീരിയൻസ്. ഓതർക്ക് കൃത്യമായ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ, അനുഭവങ്ങളില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള എറർ ഓഫ് ആക്യുറസിക്ക് സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ പറയുന്ന ഇത്തരത്തിലൊക്കെ തന്നെ എറർ ഓഫ് ആക്യുറസി സംഭവിക്കാം. ദെൻ വാട്ട് കൈൻഡ് ഓഫ് എവിഡൻസ് ഡസ് ദ ഓതർ അനലൈസ്. മറ്റൊരു പ്രധാനപ്പെട്ട വശം നമ്മൾ കാണേണ്ടത് ഏത് തരത്തിലുള്ള സോഴ്സുകളെയാണ് ഓതർ ഉപയോഗപ്പെടുത്തുന്നത്, അതനുസരിച്ചും അദ്ദേഹത്തിൻ്റെ വസ്തുതകളിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ സമീപനത്തെ നമുക്ക് വ്യത്യസ്തമായി കാണേണ്ടതായി വരും. അദ്ദേഹത്തിന് ലഭിച്ച സോഴ്സുകളിൽ എന്താണോ പരാമർശിച്ചത് അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ എറർ ഓഫ് ആക്യുറസിയും അദ്ദേഹം സ്വാഭാവികമായി വരുത്തുന്ന ഒന്നായി നമുക്ക് കാണാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു വരുന്നത് ഈ ഇന്റേണൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത്, ഹെർമനൂട്ടിക്സ് എന്ന് പറയുന്നത് വളരെ സങ്കീർണമായ ഒരു പ്രക്രിയ തന്നെയാണ്. അതിൽ നമ്മൾ പോസിറ്റീവ് ഇന്റർപ്രിറ്റേറ്റീവ് ക്രിറ്റിസിസം ഉണ്ട്, നെഗറ്റീവ് ഇന്റർപ്രിറ്റേറ്റീവ് ക്രിറ്റിസിസം ഉണ്ട്. ഇത്തരത്തിലൊക്കെ വൈവിധ്യങ്ങളായിട്ടുള്ള അർത്ഥങ്ങൾ പരാമർശിക്കപ്പെടുന്നുള്ള വ്യത്യസ്തമായ തലങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് വേണം ഒരു ഗവേഷകൻ തൻ്റെ ഗവേഷണവുമായി മുന്നോട്ട് പോകേണ്ടത്. അപ്പൊ അത്തരത്തിലുള്ള വ്യവസ്ഥകളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വസ്തുതകളെ കൃത്യമായി അസസ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി കൂടി ഒരു റിസർച്ചർക്ക് ഉണ്ടാകണം. ഏതാണ് ശരി, ഏതാണ് തെറ്റ്, എങ്ങനെയാണ് നമുക്ക് ശരി തെറ്റ് കൃത്യമായി വേർതിരിച്ചെടുക്കേണ്ടത്, ഏതൊക്കെ തരത്തിലാണ് ഇത്തരത്തിലുള്ള എറേഴ്സ് നമ്മുടെ വർക്കുകളിൽ വന്നുകൂടാനുള്ള സാധ്യതകളെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള സാധ്യതകളെ പാടെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കിക്കൊണ്ട് വേണം നമ്മൾ നമ്മുടെ ഗവേഷണവുമായി മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പ്രധാനമായും അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് വശങ്ങളും, ഇന്റേണൽ ക്രിറ്റിസിസം ആണെങ്കിലും എക്സ്റ്റേണൽ ക്രിറ്റിസിസം ആണെങ്കിലും, നമുക്ക് ഈ അനലറ്റിക്കൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കൃത്യമായി അനാലിസിസ് ചെയ്ത് നമ്മൾ നമ്മുടെ ഡേറ്റകളെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ സ്വാഭാവികമായും വസ്തുതാപരമായ, സത്യസന്ധമായ, യഥാർത്ഥമായ ഒരു ചരിത്ര വിവരണം വളരെ കൃത്യമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ്. അത്തരത്തിൽ ചരിത്രത്തെ സമീപിക്കുമ്പോൾ മാത്രമേ ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ റീപ്രൊഡക്ഷൻ നമുക്ക്, അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ ഔട്ട്കം നമുക്ക് കിട്ടൂ എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഓക്കെ, താങ്ക് യു.